ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മെറ്റലും എംസാൻഡും ഉൾപ്പെടെ നിർമ്മാണ സാമഗ്രികളുടെ വിലവർദ്ധനവും ലഭ്യതക്കുറവും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഈ കൺസ്ട്രക്ഷൻ മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 40% വരുന്ന ആൾക്കാർ ഉപജീവന മാർഗം കാണുന്ന ഒരു മേഖലയാണ്. അതിൽ വിവിധ തരങ്ങളിലുള്ള ജോലിക്കാരുണ്ട്. അപ്പം ആ മേഖലയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കാർഷിക മേഖലയൊക്കെ തകർന്ന മാതിരി ഈ കൺസ്ട്രക്ഷൻ മേഖലയും കൂടി കേരളത്തിൽ നിന്ന് ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തകർന്നടിയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് വേണ്ട നടപടികൾ നമ്മുടെ സർക്കാർ തലങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ ആവശ്യം. നിർമ്മാണ മേഖലയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രതിസന്ധിയാണ് ഇന്ന് അനുഭവപ്പെടുന്നതെന്നും സംസ്ഥാനത്ത് നിരവധി ക്വാറികൾക്ക് പ്രവർത്തനാനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പാറക്കല്ലുകളുടെ ലഭ്യത പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണെന്നും കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ CWSA ഭാരവാഹികൾ പറഞ്ഞു. അതുപോലെ ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ ദിനംപ്രതി ജോലി ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്ന ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഞങ്ങൾ മുമ്പേ പറഞ്ഞതാണ്, അതൊരു വ്യവസായമായി അംഗീകരിച്ചുകൊണ്ട് കേരള സർക്കാർ ഉത്തരവിറക്കണം. പക്ഷേ ഇന്നേവരെ അതിന്റെ നടപടിക്രമം സർക്കാർ നടത്തിയിട്ടില്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ക്വാറികൾക്ക് ഏറ്റവും വേഗത്തിൽ പുതുക്കിയ പ്രവർത്തനാനുമതി നൽകുക, ക്രഷറുകളിലെ മെറ്റൽ, എംസാൻഡ് തുടങ്ങിയ നിർമ്മാണ വസ്തുക്കളുടെ വില നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ അടിയന്തര ഇടപെടൽ നടത്തുക, നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ ഉപജീവനം സംരക്ഷിക്കുന്ന താൽക്കാലിക സഹായ നടപടികൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സംഘടനാ ഭാരവാഹികൾ ഉന്നയിച്ചു. ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ സർക്കാർ ചെയ്തില്ലെങ്കിൽ കളക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെ നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് സമരപരിപാടികൾ നടത്തുമെന്നും പ്രസിഡന്റ് അബ്ബാസ് TK, സെക്രട്ടറി ബിനീഷ് K തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഇലക്ട്രോണിക് വോട്ട്